യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രീംലി നെഗറ്റീവാണ്. അതല്ലെങ്കിൽ ഡിപ്രസിങ് ആണെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. കാരണം ലോക തോൽവിയാണ്. ഇനി എന്നൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം പോലും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ക്വാഡിന് പോലും ആ ഒരു ഫീലിംഗ് ഇല്ല എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ ഔട്ട്ലെറ്റുകളും നെഗറ്റീവ് വാർത്തകളാണ് വരുന്നത്. ടെൻഹാഗിനെ പറ്റി ആകെ ഒരു പോസിറ്റീവ് ഇങ്ങനെ പറഞ്ഞ് കേട്ടത് ഇപ്പോൾ ഗ്യാരി നെവിലാണ് കുറച്ചുകൂടി സമയം കൊടുക്കണം എന്നുള്ള രീതിയിൽ മൂപ്പര് പറയുന്നുണ്ട്. ബയൺ മ്യൂണിക്ക് ഒരു മാനേജറെ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുകയാണ്. ബയൺ മ്യൂണിക്ക് മാനേജറെ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുകയാണ്. നമുക്ക് ആ കഷ്ടപ്പാടില്ല. ബയൺ സാക്ക് ചെയ്യണ മാനേജറെ നമ്മൾ എടുത്താൽ മതി. ടെൻഹാഗിനേക്കാളും 10 ഇരട്ടി ബെറ്റർ ആയിരിക്കും. ആ കാര്യം ഉറപ്പാണ്. ഇപ്പോഴും ടെൻഹാഗ് ഇന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ വീഡിയോ കാണിച്ചുതരാം. കാരണം ഈ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ സർക്കുലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം എന്തായാലും ഈ വീഡിയോ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. This is an unbelievable clip. This is the start of the second half. Now again, before he even does it, you just stop it there. I mean, normally a top team, you've just called Manchester United, and I get that, the biggest club in the world. Could you imagine Real Madrid, Bayern Munich, Barcelona getting the ball at the start of the second half and these players not showing for it to actually try and play? So the idea is to go long. This is not just the goalkeeper doing it. So he brings it forward, he goes to go long. Who's making the run? There. It's Dalot, your left back. He's making the run to try and get on the end of a long ball straight from the kick-off. So what's the thought process of Eriksen here? Mainu. Who did he think's going to pick up Lyle Foster in this position? And if they do go, Harry Maguire's got to go in there and fill the space. So, I mean, 10 seconds into the second half, someone is running at your back four again. And we just stop it here, because I can't help but look at the Manchester United manager and Steve McClaren. Can you imagine just walking out at the start of that second half and the first thing you see is that? I mean, he's seen it all season. But you come out and you're probably thinking, give us a break, lads. But it comes again from the just going long, losing the ball, the positions of the players, and then getting counter-attacked on. ശരിക്കും ജെയ്മി കാരയുടെ നമ്മുടെ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇതിൽ നന്നായിട്ട് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പ്ലേയേഴ്സ് പലപ്പോഴും ഓട്ടോ ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ആളില്ല. ഇപ്പോൾ നമ്മൾ ഡോട്ട്മണ്ടിൻ്റെ കളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് ശരിക്കും അവർ ടീം ഷേപ്പ് കീപ്പ് ചെയ്ത് ഓരോരുത്തർക്കും പോകാൻ ഗ്യാപ്പില്ലാതെ അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടായില്ല PSG. അപ്പോൾ ആ രീതിയിൽ അവർ ടൈറ്റാക്കി പിടിച്ച് അങ്ങനെയും ടീമുകൾ കളിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ടീമിലേക്ക് നോക്കിക്കഴിയുമ്പോൾ എവിടെയാണ് കോച്ചിങ്? ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ഇപ്പോൾ എന്താണ് ഇവർ കോച്ചിങ് സമയത്ത് കാണിക്കുന്നത്? ഇപ്പോൾ നമുക്ക് വേറെ മത്സരങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയും ദിവസത്തെ നമുക്ക് ഫ്രീ സമയമുണ്ട്. അപ്പോൾ ഇവർ എന്താണ് കോച്ചിങ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയോസ് ചെയ്യേണ്ട ഒരു കാര്യം ടെൻഹാഗിനെ പിടിച്ചിരുത്തുക, ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. അത് എങ്ങനെയാണ് മീഡിയയിലൊക്കെ പറയുന്നത്, എന്താണ് അതിനുള്ള എക്സ്പ്ലനേഷൻ, നിങ്ങളൊരു എക്സ്പ്ലനേഷൻ പറ. അപ്പോൾ അന്നേരം പുള്ളിക്കാരൻ എന്താ പറയുന്നതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ശരിക്കും ഇനിയോസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ തന്നെ സാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ FA കപ്പ് ഫൈനലിൽ എന്തെങ്കിലും ജയിക്കാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്. അതല്ലാതെ പ്ലേയേഴ്സൊക്കെ കംപ്ലീറ്റ്ലി ഗിവപ്പ് ചെയ്ത പോലെയാണ്. ഇഞ്ചുറീസിൻ്റെ കാര്യം അതുപോലെ പ്ലേയേഴ്സിൻ്റെ കഴിവുകളൊക്കെ നമുക്കൊരു പരിധി വരെ സമ്മതിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതല്ലാതെ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ടീം ഷേപ്പ്, അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്പേസ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ടീം സെറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെ എത്ര കഴിവുപെട്ട പ്ലേയേഴ്സ് ആണെങ്കിലും എലമെൻ്ററി ലെവൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ത്രോയിൻ എടുക്കുന്ന സമയത്ത് പലരും നമ്മുടെ ഫാൻസിനെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. ഒരു ടീം ത്രോയിൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റിൻ്റെ സൈഡിലേക്ക് കവർ ചെയ്ത് നിൽക്കുന്നതിന് പകരം പലപ്പോഴും ഒപ്പോസിഷൻ ഗോളിൻ്റെ ആ സൈഡിലേക്ക് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്ട്രാ ഡിഫൻഡർ പോലെയുള്ള പലപ്പോഴും നമ്മുടെ കളിക്കാർ നിൽക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ ചില ഫാൻസൊക്കെ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതെന്താണ് കാര്യം? ഇത് ടെൻഹാഗ് പറഞ്ഞിട്ട് പ്ലേയേഴ്സ് അനുസരിക്കാത്തതാണോ, അതോ ഇങ്ങേരത് പറഞ്ഞു കൊടുക്കാത്തതാണോ? ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ പ്ലേയേഴ്സ് അനുസരിക്കുന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ ഒന്ന് പറയുവാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് പ്ലേയേഴ്സിൻ്റെ പ്രശ്നമാണ്. അതല്ല കോച്ചിങ്ങിൻ്റെ പ്രശ്നമാണെങ്കിൽ കോച്ചിന് മാറ്റാതെ രക്ഷയില്ല. ഇപ്പോൾ ഈ ടെൻഹാഗിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് നുണ മാത്രമേ പറയുള്ളൂ, സത്യസന്ധമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്യൂഷൽ കിം മിൻജാൻ്റെ കളീനെ കുറിച്ച് പറഞ്ഞിരുന്നു. വളരെ ഓണസ്റ്റായിട്ട് അദ്ദേഹം കാര്യം പറയും. എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല ഏത് പ്ലെയറിൻ്റെ കുഴപ്പമാണ്, ഏത് പ്ലെയറാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് ചെയ്യാത്തത്. ഇങ്ങനെ കാര്യങ്ങളൊന്നും ഓണസ്റ്റായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് എല്ലാം മൂപ്പര് ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് ഭയങ്കര ഒരു ഓണസ്റ്റ് അല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ ഒക്കെ പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നത്.
സോ എന്താണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളെപ്പറ്റി തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.